നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഒരു കിടിലൻ കരിയർ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈയൊരു വിശദീകരണം നിങ്ങളുടെ കരിയർ തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു പ്രമുഖ കമ്പനിയിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി AI/ML എഞ്ചിനീയർ അവസരത്തെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് അവർ ചോദിക്കുന്ന യോഗ്യതകൾ, എന്താണ് അവിടെ ശരിക്കും ചെയ്യേണ്ടത്, നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ AI എഞ്ചിനീയർ അവസരം, ഇതിനു വേണ്ട പ്രധാന സാങ്കേതിക കഴിവുകൾ, വിദ്യാഭ്യാസ യോഗ്യതകൾ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില തൊഴിൽ തട്ടിപ്പുകൾ, അവസാനം എങ്ങനെ അപേക്ഷിക്കാം എന്നീ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സെക്ഷൻ 1, ദി AI എഞ്ചിനീയർ ഓപ്പർച്യൂണിറ്റി. ടെക്നോ പാർക്കിലെ ഫേസ് 1 ക്യാമ്പസിൽ തേജസ്വിനി ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ZL സോഫ്റ്റ്വെയർ സിസ്റ്റംസിലാണ് ഈയൊരു മികച്ച അവസരം വന്നിട്ടുള്ളത്. അവർ ടെക്നോ പാർക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. മനുഷ്യന്റെ ആവേശത്താൽ പ്രവർത്തിക്കുന്നതും പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷത്താൽ ഊർജിതമായതുമായ ഒരു അത്ഭുതകരമായ ഇന്നൊവേഷൻ ഹോട്ട്സ്പോട്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി തോന്നുന്നില്ലേ? അതെ, AI പോലെയുള്ള അതിവേഗം വളരുന്ന സാങ്കേതിക വിദ്യകളിൽ വർക്ക് ചെയ്യാൻ ടെക്നോ പാർക്കിനേക്കാൾ മികച്ചൊരു സ്ഥലം വേറെയില്ല എന്ന് തന്നെ പറയാം. അത്രമൊരു അടിപൊളി വർക്ക് കൾച്ചറാണ് ZL സോഫ്റ്റ്വെയർ സിസ്റ്റംസും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നതും. സെക്ഷൻ 2, കോർ ടെക്നിക്കൽ സ്കിൽസ്. ഈയൊരു റോളിനായി അവർ കൃത്യമായി എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം. ഹെവി ഹിറ്റിംഗ് ആയ ടെക് സ്പെസിഫിക്കേഷൻസാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ജെനAI, OpenAI, ഹഗിംഗ് ഫേസ് പോലെയുള്ള പവർഫുൾ LLMകൾ, ഒപ്പം അപാച്ചെ സ്പാർക്ക്, PySpark, പിന്നെ തീർച്ചയായും പൈത്തൺ. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ ഇതൊരു സാധാരണ കോഡിംഗ് ജോലിയല്ല സുഹൃത്തുക്കളെ. പൈത്തണും അപാച്ചെ സ്പാർക്കും ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള ഡേറ്റ പ്രോസസ്സിംഗും ലേറ്റസ്റ്റ് ജനറേറ്റീവ് AI മോഡലുകളും നിങ്ങൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഈ മോഡലുകളെ കൃത്യമായി ഫൈൻ ട്യൂൺ ചെയ്യാനും ഇൻ്റിഗ്രേറ്റ് ചെയ്യാനുമുള്ള കഴിവിവിടെ മസ്റ്റാണ് കേട്ടോ. ഇനി ഫ്രെയിംവർക്കുകളിലേക്കും ഇൻഫ്രാസ്ട്രക്ചറിലേക്കും വന്നാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡാണ് കാര്യങ്ങൾ. സ്കിറ്റ് ലേൺ, കേറാസ്, MLOps, ഗിറ്റ്, അസ്യൂർ AI സ്റ്റുഡിയോ, വിഷ്വൽ സ്റ്റുഡിയോ കോപൈലറ്റ്, കൂടാതെ ഡേറ്റാബേസ് മാനേജ്മെന്റിനായി SQL സെർവർ. ഇങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറുമൊരു AI മോഡൽ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ. ഡേറ്റാ മോഡലിംഗിലും സങ്കീർണമായ SQL കോറികളിലുമുള്ള നിങ്ങളുടെ അറിവും അസ്യൂർ പോലെയുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിലുള്ള എക്സ്പീരിയൻസും ഈ പ്രൊഫൈലിനെ പൂർണ്ണമാക്കും. അതായത് മോഡൽ ഉണ്ടാക്കാനും അത് കൃത്യമായി ഡിപ്ലോയ് ചെയ്ത് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഈയൊരു കാര്യത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചുള്ള ഡേറ്റ എക്സ്ട്രാക്ഷൻ എന്നൊരു പ്രത്യേക കാര്യമാണ്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെയുള്ള കമാൻഡുകൾ നൽകി LLM പൈപ്പ്ലൈനുകൾ വഴി കൃത്യമായ വിവരങ്ങൾ വേർതിരിച്ചെടുക്കുക എന്നതാണ് നിങ്ങളുടെ ഒരു പ്രധാന ടാസ്ക്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും LLM ബേസ്ഡ് ഡേറ്റ പ്രോസസ്സിംഗും ഇപ്പോൾ തന്നെ വൺ ഡിമാൻഡുള്ള കാര്യങ്ങളാണല്ലോ. ആ ഒരു കട്ടിംഗ് എഡ്ജ് സ്പേസിൽ നേരിട്ട് വർക്ക് ചെയ്യാനുള്ള സുവർണാവസരമാണ് ഇവിടെ കാത്തിരിക്കുന്നത്. സെക്ഷൻ 3, ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. ഈ റോളിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 3 മുതൽ 7 വരെ. അതെ, ഈ നമ്പറിൽ തന്നെയാണ് കാര്യം. AI, ML, ഡേറ്റ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇന്റലിജന്റ് ഓട്ടോമേഷൻ എന്നീ മേഖലകളിൽ 3 മുതൽ 7 വർഷം വരെയുള്ള കൃത്യമായ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് അവർ പ്രധാനമായും ചോദിക്കുന്നത്. ഒപ്പം കമ്പ്യൂട്ടർ സയൻസിലോ ഡേറ്റാ സയൻസിലോ ഉള്ള ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും വേണം. ഇത്രയും നൂതനമായ ഒരു റോൾ ആയതുകൊണ്ട് തന്നെ സ്വന്തമായി തീരുമാനങ്ങളെടുക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുമുള്ള നിങ്ങളുടെ കഴിവിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സെക്ഷൻ 4, ബിവെയർ ഓഫ് ജോബ് സ്കാംസ്. ജോലി അന്വേഷിക്കുന്ന നമ്മളെല്ലാവരും വളരെ സീരിയസായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. ശ്രദ്ധിക്കുക, ഇതൊരു ഗൗരവമേറിയ ഫ്രോഡ് അലേർട്ടാണ്. ടെക്നോ പാർക്കിന്റെ പേരും ഫോട്ടോസും വീഡിയോസുമൊക്കെ ഉപയോഗിച്ച് വ്യാജ ജോലികൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന ചില സംഘങ്ങൾ ഇപ്പോൾ ആക്റ്റീവാണ്. അതുകൊണ്ട് എന്ത് ഓഫർ ലെറ്റർ കിട്ടിയാലും technopark.in/company-list എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ആ കമ്പനി അവിടെ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള വ്യാജ വാഗ്ദാനങ്ങളിലൂടെ പണം നഷ്ടപ്പെട്ടാൽ അതിന് ടെക്നോ പാർക്കിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അവർ കർശനമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കുക. സെക്ഷൻ 5, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഡെഡ്ലൈൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് ഒത്തുചേരുന്നതെന്നും ഈ ജെനുവിനായ റോളിന് എങ്ങനെ സുരക്ഷിതമായി അപേക്ഷിക്കാമെന്നും നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടത് ZL സോഫ്റ്റ്വെയർ സിസ്റ്റംസിലെ AI/ML എഞ്ചിനീയർ റോളാണ്. ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്: അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 22 ആണ്. സമയം ഇനിയുമുണ്ടെന്ന് കരുതി കാത്തിരിക്കരുത്. നിങ്ങൾ യോഗ്യരാണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയ റിസ്യൂം careerstvm@zealingcorp.com എന്ന ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് ഉടൻ തന്നെ അയയ്ക്കുക. നിങ്ങളുടെ കഴിവുകൾ കൃത്യമായി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു മികച്ച CV തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഒരു അവസാന ചോദ്യം: ടെക്നോ പാർക്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവി രൂപപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ?
AI ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സുവർണാവസരമാണിത്. ഈ വിവരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കോളൂ. എല്ലാവർക്കും മികച്ചൊരു കരിയർ ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.